ഇതൊന്നും എടുക്കണ്ട. ഇന്നലത്തെ എന്തിനാ ഇത് കൊടുക്കണമെന്നൊക്കെ കമന്റ്സ് വരും. വിട്. സോക്സ് ഇടുന്ന ടെക്നിക്കാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. അങ്ങനെയല്ല, തിരിച്ചു വെക്ക്. അങ്ങനെ തന്നെ. ഇതെന്താ പുട്ടിനകത്ത് കുറ്റിക്കകത്ത് പുട്ട് തിരികെ കയറ്റണ മാതിരി. ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാറിയാം. പോയി വരെ വഴിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോൾഡ് പിടിച്ചിരിക്കണം. അയ്യോ, എന്ത് പറ്റി? നോക്കാണോ മൂക്കൂരിന്? അച്ഛനുണ്ട് കോൾഡ്, മൂക്കടന്. എന്തിനു ചീത്ത പറയണേ? ദോശയല്ലേ താഴേക്ക് പോയത്? അവിടുത്തെ വലിച്ചെറിഞ്ഞാ പോരെ? നല്ല ഭംഗിയില്ലേ കാണാൻ? സാമ്പാറൊക്കെ അങ്ങനെ നിലത്ത് വീണിട്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു യു വ്ളോഗ്. നമുക്ക് നാളേക്ക് സ്കൂളിൽ പോവാണ്. അച്ഛനാണ് സ്കൂളിൽ കൊണ്ടുപോയത് കേട്ടോ. ഇന്ന് മൺഡേയാണ്. ഇന്നലെ പാർക്കിൽ പോയി കറങ്ങി ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങിയതാണ്. കുഞ്ഞാവാന്ന് സ്കൂളിൽ പോകണം. റെഡി ആയിക്കട്ടെ. ഒറ്റയ്ക്ക് തന്നെ വാവ് പൊട്ടി ഡ്രസ്സൊക്കെ ഇടും, സോക്സ് ഇടും, എല്ലാം ചെയ്യും അല്ലേ? ബെൽറ്റ് ഇടും, ഇതാ എല്ലാം ചെയ്യണം. ചേടാ, അതുപോലത്തെ ഒരു ചുഞ്ചരി വാവ് ഇനി ഉണ്ടാവുമോ ലോകത്ത്? സോക്സ് ഇടുന്ന ടെക്നിക്കാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. അങ്ങനെയല്ല, തിരിച്ചു വെക്ക്. അങ്ങനെ തന്നെ. എല്ലാത്തിനും ഒരു ഷോർട്ട് കട്ടാണ്. സൂപ്പർ. അങ്ങനെ തന്നെ. എന്തൊക്കെ ഐഡിയകൾ അറിയാം അവൾക്ക്. എന്തൊരു അമ്മ, ഇതെല്ലാം കൂടി പാക്ക് ചെയ്ത ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാൻ കുമ്പയിൽ ശകലം ഉണ്ടാവുമോ വരെ അല്ലേ? കറക്കം കഴിഞ്ഞ് നേരാണ് പോകുന്നതല്ലേ? ചോറ് നോക്കല്ലേ? എത്ര ഒരു മണിക്കൂറായി ഇതുവരെ. കാല് വേദനിക്കുന്നുണ്ടോ? ഏത് കാല? ആ കാല അത് ഇന്നലെ സ്വിങ് സ്വിങ് എന്നിട്ട് നമ്മള് പാർക്കിൽ പോയി കളിച്ചപ്പോഴേ അത് കൊറേ വട്ടം സ്വിങ്ങില് പോയി കഴിഞ്ഞപ്പോ തൊത്തിന് വേദനിക്കുന്നതാണ്. ഡാഡി ഫിംഗറിൽ അവൾക്ക് വേദനിക്കുന്നുണ്ട്. എത്ര ഡാഡി ഫിംഗർ വേറെ അറിയൂ. ഇതൊന്നും എടുക്കണ്ട. ഇന്നലത്തെ എന്തിനാ ഇത് കൊടുക്കണമെന്നൊക്കെ കമന്റ്സ് വരും. വിട്. ഇതെന്താ പുട്ടിനകത്ത് കുറ്റിക്കകത്ത് പുട്ട് തിരികെ കയറ്റണ മാതിരി. തുപ്പത് ഈശ്വര, അതിന് വായ കൊള്ളൂലടാ. വായനൊക്കെ കൊള്ളു. ആനവായാണ് അതിന്റെ ഇടമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട. അതിന്റെ നോക്കാം. നാനെന്റെ വായില് കുത്തി തിരികിട്ട് അല്ലേ? അത് പാത്രത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ്. നോക്കത് കാണിക്കണേ. തോന്നിയ ദിവസം കാണിക്കണേ. സോഫയിലെ കൊണ്ടിടുക. കഷ്ടപ്പ സമയായോ ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? പറയാ കുത്തി കയറ്റുന്നു. പിന്നെ അങ്ങോട്ട് നല്ല രസം ഇവിടെ രാവിലെ. ഗൈസ്, തുപ്പല്ലേ? വീട്ടിലൊരു മാമാനെ അപ്പോയിന്റ് ചെയ്യണം അത്ര കുട്ടീനെ തീറ്റിക്കാൻ. വേഗം ആവട്ടെ, സമയമുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. രാവിലത്തെ യുദ്ധം കഴിഞ്ഞു. കുട്ടീനെ കൊണ്ട് സ്കൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഹലോ, വൈകുന്നേരം കാണാട്ടാ. കുഞ്ഞാലി കുട്ടി. ചെറിയൊരു ഷോപ്പിങ്ങിന് കയറിയതാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പലതും കഴിഞ്ഞു. ഞാൻ അങ്ങനെ മറക്കും ഈ സാധനം. ഈ ഒരു ട്രേ കാലിയാക്കി. അരിയാണ്. ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് അമ്മ പറയണത് റേഷൻ കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന്. ശരിയാണ്, പ്രശ്നത്തെ നമ്മൾ പോയിട്ടില്ല. 2-3 മാസം നമ്മൾ പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അത് ബ്ലോക്ക് ആവും തോന്നുന്നുണ്ട് റേഷൻ കാർഡ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പോകണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി 2 ട്രിപ്പ് പോട്ടെ, സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം റേഷൻ കടയിൽ പോയിട്ട് ശേഷം. ഇവിടെ അടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല. പാമ്പോയിലും പഞ്ചസാരയൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമല്ലോ. എന്തിനു വെറുതെ കളയാണ്. പരിപ്പും കിട്ടും, നമുക്ക് ദോശക്കരക്കുള്ള മാവും കിട്ടും, അതിനുള്ള പച്ചരി മുഴങ്ങലരിയും കിട്ടും. റേഷൻ കടയിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പച്ചരി, മുഴങ്ങലരി, അരി, പഞ്ചസാര, പരിപ്പ്, ഗോതമ്പ്. ഇതിനാ വെറുതെ കളയാണ്. ഗവൺമെന്റിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. നാളെ നിങ്ങളുടെ കൂടെ ഞാൻ ഇവിടേക്ക് വരണം. ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ 5:30 മണിക്കിനെ നീട്ട് ഒരുങ്ങി അവൾ പോകണമ്പോഴേക്കും ഞാനും കുളിച്ച് റെഡി ആയിട്ട് ഒരുമിച്ച് പോകണം. എനിക്ക് വയ്യ. 10 മണിക്ക് പോയാൽ മതി. 10 മണിക്ക് പോയിട്ട് 11:30 ഫയൽ കൊടുക്കാൻ മാത്രമല്ല, അവർ പിക്മി നമ്പറിന് ആധാറിൻ്റെ OTP വരുത്ര എൻ്റെ ഫോണിൽ. അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ? ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ? അറിയില്ലല്ലോ.
10 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോഴേക്ക് പരിപാടി കഴിയില്ലേ? ആര് പറഞ്ഞു? അറിയില്ലല്ലോ. അറിയില്ലെങ്കിൽ നമുക്ക് പോയി ചോദിക്കാം. എപ്പോ ചോദിക്കുന്നേ? നാളെ ചോദിച്ചു നോക്കാം എപ്പോഴാ ആവുക എന്നുള്ളത്. നാളെ കഴിഞ്ഞിട്ട് ഒന്ന് പോയി കൊടുത്തൂടെ? എന്നെ എന്റെ ഫോണ് കൊണ്ടുപോയിക്കോ, ആ ഫയല് കൊണ്ടുപോയിക്കോ, ഒന്ന് പോയി കൊടുത്തു വന്നൂടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് എനിക്ക് താ, ഞാൻ സംസാരിച്ചോളാം. എനിക്ക് വയ്യ. 10 മണിക്കാണ് പോണ്ടോ? അപ്പേക്കും റെഡി ആവില്ലേ 10 മണിയാകുമ്പോഴേക്ക്? എനിക്ക് അറിയില്ല, ഭയങ്കര ക്ഷീണം. എന്താന്നൊക്കെ അറിയില്ല, ഒരു മാറിയുണ്ട്. എന്നാ പിന്നെ ഒറ്റയടിക്ക് നമുക്ക് അവിടെ നിന്നാണ് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോയാൽ മതി. ഫയൽ കൂടെ കൊടുത്തതിന് ശേഷം നേരെ അങ്ങോട്ട് പോവാം. ഫയല് കൊടുത്ത് വാങ്ങിച്ചു വെച്ച് ആഴ്ച തരക്കില്ല. അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ എന്നോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇയാള് പോവോ? നേരിട്ട് ആസ്പത്രിക്ക് ഇല്ലല്ലോ, ഞാൻ തന്നെ വരണ്ടേ? പോണെങ്കിൽ പോവും, വേറെ എന്ത് ചെയ്യാനാ? വഴിയില്ലെങ്കിൽ ഞാൻ തന്നെ പോവും, ഓല ബുക്ക് ചെയ്തിട്ട്. അങ്ങനെ ചെയ്യേണ്ടി വരുമോ? ആ, ഞാന് എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ അറിയാം. പോയി വരെ വഴിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കാനും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഉണ്ടാവില്ല കേട്ടോ, അത് ആ കുട്ടികളതേ ഉണ്ടാവുള്ളൂ. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്കും ഉണ്ടാവില്ല. പുളി പിഴിഞ്ഞ കഴിച്ചോളാൻ പറ്റും. ഐ ഡോണ്ട് കെയർ. അമ്മ പുളി പറഞ്ഞു കഴിച്ചോളും. അവിടെ എന്തോ കലാപരിപാടി നടക്കണുണ്ട്. അമ്മ നമ്മുടെ കലാപരിപാടി തുടങ്ങി. ആ അതന്നെ, ഞാൻ കിടക്കണം. ആ കിട്ടി കിട്ടി കിട്ടി. ഈച്ചപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദാ 1:30 ആയി. അപ്പൊ നമ്മുടെ ഫുഡ് കഴിക്കാറായി. കാര്യമായിട്ട് ഒന്നുമില്ലല്ലോ, എന്താ ഇപ്പൊ കാണിക്കുന്നത്? ഒന്നും കാണിക്കാനില്ല. ഇന്നുള്ളത് എന്താണ്? കായപ്പേരി, അതുപോലെ തന്നെ കായല്ല ചേനപ്പേരി, തൈര്, ചോറ് മതി. അച്ചാറൊക്കെ കഴിഞ്ഞിട്ട് പപ്പടം കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അതൊക്കെ എടുക്കാൻ മറക്കുകയാണ്. വരുന്ന വഴിക്ക് എന്തൊക്കെയാ നമ്മള് കേറി വാങ്ങിക്കുക, അതന്നെ മതിയായി നമുക്ക്. ഓരോന്നും ഓരോ കടയിലാണ് കയറുന്നത്. എന്നെ കൊണ്ട് ആവില്ല കേട്ടോ, തന്നെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ചോ. എന്നെ കൊണ്ടുവരുമ്പോ ആകെ ഒരു കടയിൽ കയറാ വാങ്ങിക്കാ വരാ. എനിക്ക് 4-5 കടന്ന് വയ്യ. 3 മണി ആവാറായി. സ്കൂളിൽ നിന്ന് കുട്ടീനെ കൊണ്ടുവരാറായി. പോട്ടെ. പാവക്കുട്ടിക്ക് വേണ്ട കുറച്ച് കൊയ്യ, കുറച്ച് ബനാന ഒക്കെ നമ്മള് വാങ്ങിയില്ലേ? ഇതെത്ര വാങ്ങിക്കുക? അപ്പൊ ഒരു പൂജ്യം കൂടി ഇട്ടാല് 10,000. മാവ കരച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്ക് ഇതേ 5:10 നേരം. നോക്കിയേ, ഞാൻ 2:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങിയതാ കുട്ടീനെ കൊണ്ടുവരാന്. സാധനങ്ങൾ കൊണ്ടുവരല്, മാവ് അരച്ചിട്ട് കൊണ്ടുവരല്, എല്ലാം ചുറ്റിലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോ നേരം നോക്കി 5 മണിയായോ? ഇനി അടുത്തത് ഉണ്ടാക്കാറായി ദോശ. രാത്രി അത്താഴം, നമ്മുടെ അത്താഴം 5 മണി 6 മണി നേരത്താണ്. 6 മണിയാകുമ്പോഴേക്കും ആവണേ. വിശന്നിട്ട് അയ്യപ്പ തന്നെ 6 മണിയായിടാ. നമുക്കെന്നാ കഴിച്ചാലോ? അമ്മൂതാ പാല് കാച്ചുന്നുണ്ട്. ചായ ഉണ്ടാക്കാൻ വല്ല പ്ലാനുണ്ടോ? എല്ലാരും മുട്ട ഉണ്ടാക്കുമ്പോ കുരുമുളക് പൊടി ഉപ്പിട്ടിട്ടെല്ലാം ഉണ്ടാക്കുക. നമ്മളിവിടെ വെറൈറ്റി എടുക്കണ്ട, മുളക് പൊടിയാണ് വിതറിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കഴിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. 6:10 ആയിട്ടുള്ളൂ. ഇവിടെ ഫസ്റ്റ് ഡിന്നർ എല്ലാവരുടെയും കഴിഞ്ഞു. ഇതിന് തിരിക്കണം, ഇല്ലെങ്കിൽ തിരിയില്ല. ആ ഫോണും കണ്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ. പിന്നോ ഓ ഇത്ര നല്ല കുട്ടിയാണ്. അച്ചോടാ അച്ഛൻ അറിഞ്ഞില്ല. ഇതാണോ നല്ല കുട്ടി? ഒന്ന് പോന്ന് നല്ല സ്വത്തന. എന്നിട്ടാ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് ഒന്ന് പോന്ന്. ആ ഫാന് നിർത്തിയിട്ടാണേ. ചൂഷണത്തിൽ എത്ര വട്ടം ഫാൻ നിർത്തുന്നത്. അതുകൊണ്ടാണോ അച്ഛനോട് ദേഷ്യം? ഫോണ് കണ്ടോ? അച്ഛൻ പറഞ്ഞതിന് പിടിച്ചിട്ടില്ല. ഫോണും കണ്ടിരിക്കാറിട്ടേ. അങ്ങനത്തെ അച്ഛന് ഞാനും കഴിക്കാൻ പോവാണ്. പിന്നെ കമ്പ്യൂട്ടർ റൂമിലെത്തി. ബാക്ക് ടു വർക്ക്. 6 മണി ആയിട്ടേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് നിർത്തണമെങ്കിൽ ഒരു 8 മണി 9 മണിയൊക്കെ ആവണം. കോൾഡ് പിടിച്ചിരിക്കണം. അയ്യോ എന്ത് പറ്റി? എന്താ മൂക്ക് ഇങ്ങനെ ഊണാവണ്? എന്താണ് എന്താ സംഭവിച്ചത്? ക്ലൈമറ്റ് ശരിയല്ലാത്തോണ്ട് പറ്റിയതാ? ഇടയ്ക്കിടയ്ക്ക് മാറണല്ലേ. അപ്പൊ എന്നെ നോക്കിയേ. ഓൾ ടൈം ഫേവറേറ്റ് ആണെന്നാ? അച്ഛനുണ്ട് കോൾഡ്, മൂക്കടഞ്ഞു. അല്ല അച്ഛനുണ്ട് മൂക്കടഞ്ഞു. എന്ത് പറ്റി? എല്ലാവർക്കും കൂടി പണിയിട്ട് ചെയ്തു. മൂക്കടപ്പുണ്ട്. ഏതാ കേട്ടോ? ഒച്ച കേട്ടോ? ഒച്ച ഉണ്ടാവും. ആടനുണ്ട്. എനിക്ക് വയ്യ.
വാവക്കുട്ടിയുടെയും അമ്മൂൻ്റെയും സെക്കൻഡ് ഡിന്നർ റെഡിയാക്കാൻ പോവുകയാണ്. അതും ദോശ തന്നെയാണ്. ഇവിടെ ദോശ തന്നെയാണ് ഡിന്നർ എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ ടിഫിൻ മോർണിംഗ് ഈവനിങ് ദോശ. ദോശ അല്ലാത്ത ഒരു പരിപാടിയില്ല. വെരി റയർലി ചപ്പാത്തി, അതല്ലെങ്കിൽ മാഗി. എന്തിനു ചീത്ത പറയണേ? ദോശയല്ലേ താഴേക്ക് പോയത്, അവിടുത്തെ വലിച്ചെറിഞ്ഞാ പോരെ? നല്ല ഭംഗിയില്ലേ കാണാൻ? സാമ്പാറൊക്കെ അങ്ങനെ നിലത്ത് വീണിട്ട്. എന്തിനപ്പോ ചീത്ത പറയണേ? പോട്ടെ പോട്ടെ, നല്ല ഭംഗിയുണ്ടല്ലോ. അറിയാതില്ല ചെയ്ത് പോട്ടെ കേട്ടോ. അത് കുഴപ്പമില്ലേ, ദോശ നമുക്ക് വലിച്ചെറിയാലോ. ദോശ കാണാനുള്ളതല്ലേ, ബാക്കി തിന്നാനുള്ളതൊന്നുമല്ലല്ലോ. ഇന്നിപ്പോ ഒരു മഹാ അത്ഭുതം നടന്നിരിക്കുകയാണ്. ആസ്പത്രിയിൽ നിന്ന് ഇപ്പോൾ ഈ വ്ളോഗ് എടുക്കണതിൻ്റെ നടുവിൽ ഇങ്ങോട്ട് ഫോൺ വന്നു. എന്നിട്ട് ചോദിക്കുവാണ്, നാളത്തെ അനോമലി സ്കാനിന് നിങ്ങൾ വരുന്നുണ്ടോ, ടൈം ഓക്കെ ആണോ, കറക്റ്റ് ആണോ, വരുമോ, ബുക്ക് ചെയ്യട്ടെ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ചെന്നിട്ട് മടങ്ങി വന്ന ആൾക്കാരാണ് ഞങ്ങളെ. അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് അറിയാൻ പാടില്ല, അത്ഭുതമായിരിക്കണോ. അവരിങ്ങോട്ട് വിളിക്കുകയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ കോള് വന്നത്? ആ വന്നു. നാളെ കൺഫർമേഷൻ കോളാണ്. നാളെ വരുമോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നാളെ പോകും. പോയേ പറ്റുള്ളൂ. അത്ര സീരിയസ് സ്കാനാണ്. ഇത്രയും വിളിച്ചവര് കൺഫേം ചെയ്യണമെങ്കിൽ അനോമലി സ്കാന് ഫുൾ ബേബി ഗ്രോത്ത് മൊത്തം ഉണ്ടായി. അതിലെല്ലാം അറിയേ എങ്ങനെയാണ്, കറക്റ്റ് ആയിട്ടുണ്ടോ, എല്ലാം ഫോം ആയിട്ടുണ്ടോ. ഫുൾ ഫോർമേഷൻ സ്കാനാണത്. ഇതാണ് അനോമലി സ്കാൻ. ഫുൾ ഗ്രോത്ത് ആയിട്ടുണ്ട്. വീഡിയോ എൻഡ് ചെയ്യോ ചേട്ടൻ? എൻഡ് ചെയ്യും. നമുക്ക് ഞാൻ കഴിക്കാൻ പോവാണ് ദോശ. ആ ദോശ, വെണ്ടക്ക, ഉരുളക്കിഴങ്ങ്, പിന്നെ ഞാൻ കഴിക്കാണ് കേട്ടോ. കുറച്ച് നാളെ നമ്മൾ സ്കൂളിൽ പോവാണ്. നമുക്ക് ഈ ഡോക്ടർ എത്തിക്കണം. അച്ഛനമ്മ ഡോക്ടറേക്കും പോകും, ആ സ്കൂളിലേക്കും പോകും. വ്ളോഗും ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അത് വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ്.